ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെയുള്ള ബ്രഷ്, അതെ നമ്മൾ പാത്രമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ഇതുപോലെയുള്ള സ്പോഞ്ച് ആയിട്ടുള്ള ഈ ബ്രഷ് ഇതെങ്ങനെ ഇതിൽ നിന്നുള്ള ചളി അഥവാ ഇതിലെ അണുക്കളൊക്കെ പോക്കി ഫ്രഷ് ആക്കി എടുക്കാം എന്നതാണ്. ഇത് ഏകദേശം ഒരാഴ്ച വരെ ശരിക്കും ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ അത് പാത്രത്തിൽ നിങ്ങൾ പാത്രം കഴുകാൻ കൂടുതലായി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും അണുക്കൾ പടരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ അണുക്കൾ ഉണ്ടാകുന്ന ഒരു സ്പോഞ്ച് തന്നെയാണ് ഇത്. എന്നാൽ ഏറ്റവും കൂടുതൽ പാത്രം വൃത്തിയാകുന്നതും ഇത് തന്നെയാണ്. എന്നാൽ ഈ സ്പോഞ്ച് ആഴ്ചയ്ക്ക് 2 പ്രാവശ്യം ഇനി പറയുന്ന പോലെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ സ്പോഞ്ച് നിങ്ങൾക്ക് കൂടുതൽ കാലം യൂസ് ചെയ്യുകയും മാത്രമല്ല അണുക്കളില്ലാതെ തന്നെ നിങ്ങൾക്കത് സംരക്ഷിക്കാനും പറ്റും. അപ്പോൾ ഇതിനായി ചെയ്യേണ്ടത് എന്താണെന്ന് പറയാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് ഇത് ക്ലിയർ ആക്കാൻ വേണ്ടത്. അപ്പോൾ ഇതിനായി വേണ്ടത് 1 സ്പൂൺ ഉപ്പുപൊടിയാണ്. 1 സ്പൂൺ ഉപ്പുപൊടി എടുക്കുക. അതെ, സ്വല്പം ഉപ്പുപൊടി, ഏകദേശം 1 സ്പൂൺ. അതുപോലെ 1 സ്പൂണും കൂടി നമുക്ക് ഇടാം. 2 സ്പൂൺ ഉപ്പുപൊടി. ഇതിലേക്ക് ഇനി വേണ്ടത് തിളച്ചിട്ടുള്ള വെള്ളമാണ്. അതെ, നന്നായി തിളപ്പിച്ച വെള്ളം തന്നെ വേണം. പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായി തിളപ്പിച്ചെടുത്ത വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. ഏകദേശം ആ സ്പോഞ്ച് മുങ്ങുന്ന വിധത്തിലായിരിക്കണം വെള്ളം ഒഴിക്കേണ്ടത്. അതെ, അല്പം കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ആ സ്പോഞ്ച് അതിലേക്ക് ഇടാം. അതെ, നന്നായി അതൊന്ന് കുതിരാൻ വെക്കുക. ഒരല്പനേരം ഒന്ന് കുതിരാൻ വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെയുള്ള സ്പൂണോ മറ്റോ ഉപയോഗിച്ച് പതിയെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതെ, തിരിച്ചും മറിച്ചും ഇതുപോലെ ചെയ്യുന്നത് 4 സൈഡും നന്നായി ഒന്ന് ചൂട് കൊള്ളുന്നത് അണുക്കളൊക്കെ ചത്തുപോകാനും അതുപോലെ കൂടുതൽ സോഫ്റ്റ് ആവാനും ഏകദേശം ഒരു പുതിയ സ്പോഞ്ചിൻ്റെ ഫലം ചെയ്യാനും ഉപകരിക്കും. അതിനുശേഷം തിരിച്ചിട്ടതിന് ശേഷം പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഉള്ളിലുള്ള അണുക്കൾ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ ഒന്ന് പുറത്തു പോകാൻ വേണ്ടി പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഇതിനുള്ളിലെ ചളി അഥവാ അഴുക്ക് പുറത്ത് വരുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഏകദേശം കളർ വ്യത്യാസം. ഇങ്ങനെ ഒരു 15 മിനിറ്റെങ്കിലും തുടരുക. ഇനി നിങ്ങളിങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ വിട്ട് വെച്ചാലും മതി. ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് പുറത്തെടുക്കാം. അല്ലെങ്കിൽ ഇനി രാത്രി നിങ്ങളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ രാവിലെ എടുക്കുകയാണെങ്കിലും നന്നായിരിക്കും. നന്നായി ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഏകദേശം നന്നായി മുങ്ങിക്കഴിഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് സ്പോഞ്ച് റിമൂവ് ചെയ്യാം. ഇനി നന്നായി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നോക്കാം. സ്പോഞ്ചിനുള്ളിൽ ചളിയെല്ലാം പോയി സ്പോഞ്ച് നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങൾക്ക്.